നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നക്ഷത്രഫലമാണ് പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ഫലം. ഓരോ നക്ഷത്രങ്ങളുടെയും ഫലം പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്. പലരും പറയുന്നത് പല പല രീതിയിലാണ്. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്. എന്നാൽ പറയുന്നതെല്ലാം ശരി തന്നെയാണ്. ഒരു നക്ഷത്രഫലം, ഒരു വർഷത്തെ നക്ഷത്രഫലം പറയാൻ 1-2 മണിക്കൂറുകൾ വേണ്ടി വരും. അതിനെ വളരെ ലഘുവായി ചുരുക്കി 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതിൽ കൂടുതലായും ഞാൻ പ്രേക്ഷകർക്കായി പറയുന്നത് നിങ്ങളുടെ ദോഷങ്ങളാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. എന്നാൽ വരാനിരിക്കുന്ന ഒരു ദോഷങ്ങൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് അറിയുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യുകയും അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോഴേക്കും ഗുണഫലങ്ങളും ഏറെക്കുറെ പറയുന്നു, അതിനോടൊപ്പം തന്നെ ദോഷഫലങ്ങളും പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ആ ജാതകത്തിലെ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്തു പോകുക. എന്നാൽ മാത്രമേ കൃത്യമായും നമ്മൾ പറയുന്ന ആ ഒരു ഗുണഫലങ്ങൾ, അതായത് ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ. ഇങ്ങനെയുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ ജാതക സംബന്ധമായ സംശയങ്ങൾക്കും വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തിരിച്ച് വോയിസ് മെസ്സേജ് വഴി തന്നെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുഫലത്തിൽ ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് വിജയം ഈ ഒരു വർഷം ലഭിക്കുക തന്നെ ചെയ്യും. ഉപരിപഠനത്തിന് വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുകയും പഠിക്കുവാനും അതിൽ വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും അവരുമായി കഴിയുവാനും അല്ലെങ്കിൽ അവരുമായി നിങ്ങൾക്ക് സംസാരിക്കുവാനും അവരുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നിങ്ങളുടെ ആ ഒരു ദുഃഖങ്ങളും സന്തോഷങ്ങളും അവരുമായി പങ്കുവയ്ക്കുവാനും അവരിൽ നിന്നും ഒരുപാട് ഉപദേശങ്ങൾ കിട്ടുക അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവർ മാറ്റിത്തരിക, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. വസ്തുതർക്കത്താൽ കഴിയുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ തർക്കങ്ങൾ നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ സംസാരിച്ച് തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. എന്നാൽ മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ എതിരെയുള്ള ആൾ മനസ്സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യും. അതായത് വസ്തു സംബന്ധമായിട്ട് ലാഭം ഉണ്ടാകുന്ന വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. കൂടാതെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ നിങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കി നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് കരുതി നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ച് നിർത്തിയിരുന്ന ആൾക്കാരുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. നിരവധി കാര്യങ്ങൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. പലരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അതായത് നമുക്ക് ആ പറയുന്ന സമയത്ത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നില്ല എന്നത്. പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടും ഇത് തന്നെയാണ്. അവർക്ക് ഓരോ മാസത്തിലും ചെയ്തു തീർക്കാനായിട്ട് കമ്പനികൾ കൊടുക്കുന്ന ആ ഒരു ടാർഗറ്റ് അവർ പണി ചെയ്യുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ ഒരു വർഷക്കാലഘട്ടം ഇവർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ കാലഘട്ടം തന്നെയാണ്. അവർക്ക് ആ കാര്യങ്ങളിലെല്ലാം വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അനന്ത സാധ്യതയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ജോലി സാധ്യത അതായത് ജോലിയുടെ വേക്കൻസികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ ജോലിക്ക് കയറുവാൻ സാധിക്കും. മടി പിടിച്ച് മാറി നിൽക്കാതെ ഈ ഒരു വർഷക്കാലഘട്ടം, അതായത് എനിക്കിനി കിട്ടില്ല, ഒരുപാട് ശ്രമിച്ചിട്ട് ലഭിക്കാതെ ഇരുന്ന വ്യക്തികൾക്ക് ഈ ഒരു വർഷക്കാലഘട്ടം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയത്തിൽ എത്തിച്ചേരുവാനും ആ ഒരു മേഖലയിൽ തന്നെ ജോലിയിൽ കയറുവാനും സാധിക്കുക തന്നെ ചെയ്യും. ഗ്രഹോപകരണങ്ങൾ
വീട്ടിൻ്റെ അത്യാവശ്യമായ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം മാറ്റി വാങ്ങുവാനും അല്ലെങ്കിൽ പുതിയത് വാങ്ങുവാൻ അവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങുവാനും അല്ലെങ്കിൽ പഴയത് മാറ്റി വാങ്ങുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ സംസാരം മൂലം പല വ്യക്തികളും നിങ്ങളോട് സംസാരിക്കുവാൻ ഇടമല്ലാതെ, അതായത് നമ്മുടെ സംസാരം ചില സമയത്ത് നിങ്ങളുടെ കോപത്താൽ മോശമായി സംസാരിക്കുകയും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ പിണങ്ങി മാറി നിൽക്കുകയും ചെയ്ത വ്യക്തികൾ അതെല്ലാം മറന്ന് നിങ്ങളോടൊപ്പം തുടരുവാനും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സന്തോഷമായി ജീവിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദം പങ്കുവറ്റുവാനും വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും. സാഹിത്യ രചയിതാക്കൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുന്ന വർഷം തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുവാനും ജീവിതം സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാകുവാൻ സാധിക്കും, അവരെ സഹായിക്കുവാൻ സാധിക്കും. അതായത് മനുഷ്യത്വമുള്ള വ്യക്തിയായി നല്ല രീതിയിൽ ജീവിതം തുടരുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബ ബന്ധങ്ങളോടൊപ്പം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം അകന്ന് താമസിച്ച വ്യക്തികളാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ എത്തിച്ചേരാൻ പറ്റാതെ മാറി നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുവാനും സന്തോഷത്തോടു കൂടി ദൂരയാത്രകൾ പോകുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഒറ്റയ്ക്കായിരിക്കും തൊഴിൽ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങളെ നിങ്ങളുടെ ഓഫീസിനടുത്തൊക്കെ കൊണ്ടുവരുവാനും അവിടെ ഒരുമിച്ച് താമസിക്കുവാനും എല്ലാം സാധിക്കുന്ന വർഷമാണ്. പറഞ്ഞാൽ നമുക്ക് കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷകാലഘട്ടം. വിചാരിച്ച രീതിയിൽ ധനലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം കാണും, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കാണും, ഈ ഒരു വർഷം എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനുള്ള ധനം ഇത്രയും സമ്പാദിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിന് പോകുവാൻ വേണ്ടി ധനം ചിലപ്പോൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ടായിട്ട് വരും. എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് ധനം കൊടുക്കുവാനും അല്ലെങ്കിൽ അതിനുള്ള ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുകയും അതിൽ പഠിക്കുവാനും എല്ലാം സാധിക്കുന്നൊരു വർഷമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരു വർഷം നല്ല രീതിയിൽ മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട്. ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തര ഫലത്തെ ചിന്തിച്ച് ഒരുപാട് വിഷമിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. പലരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ എടുത്തുചാടി ചെയ്യുന്ന പല പ്രവൃത്തികളും ജീവിതത്തിൽ വളരെയധികം വിഷമിപ്പിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പശ്ചാത്താപങ്ങളും അല്ലെങ്കിൽ പരിഹാരങ്ങളും ചെയ്യുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണ താല്പര്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിജയം ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തന രംഗത്ത് ഉള്ള വ്യക്തികൾക്ക് അവർക്ക് നല്ല രീതിയിലുള്ള അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. വിവാഹം നടക്കാതെ, അതായത് വിവാഹം മുടങ്ങിയിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വിവാഹാലോചനകൾ വരുവാനായി ചെറിയൊരു താമസം കാണുന്നുണ്ട്. അപ്പോൾ പ്രണയിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ പ്രണയം വിജയത്തിലെത്തുവാൻ സാധിക്കാതെയും പോകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വിഷമിക്കാതിരിക്കുക. കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ, ധനപരമായ നേട്ടമുണ്ടാകും എന്നുണ്ടെങ്കിലും സന്തോഷത്തിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരമെല്ലാം നിയന്ത്രിക്കുക. കൂടാതെ കുടുംബജീവിതത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ജോലി സംബന്ധമായി ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നുണ്ടെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഷെയർ മാർക്കറ്റിലെല്ലാം പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. കാരണം ഈ ഒരു വിഷുകാലം അല്ലെങ്കിൽ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ബിസിനസ് പൂർണ്ണമായിട്ടും പാർട്ട്ണറിൻ്റെ കയ്യിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കും ബിസിനസ്സിൽ ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ.
നിങ്ങൾ സാമ്പത്തികപരമായി വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. കായിക രംഗത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കാതെ വരുന്ന ഒരു വർഷം തന്നെയാണ്. ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും വേണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദുർഗാദേവിയൊക്കെ പ്രാർത്ഥിക്കുകയും ദേവിയുടെ ലളിതാ സഹസ്രനാമം ജപിക്കുകയും വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമസ്കാരം. വിഷുഫലം. വിഷുഫലത്തിൽ ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. കൂടുതലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാമെന്നാണ് കൂടുതലുമായി ഇവിടെ പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു പോവുകയാണ്. എന്നാൽ എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയാണ് കൂടുതലും ദോഷമായിട്ടുള്ള ഫലങ്ങൾ പറയുന്നത്. പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, ദോഷഫലങ്ങളാണ് കൂടുതലും പറയുന്നത് എന്തുകൊണ്ടെന്ന്. സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല, അതിനെ പിന്തുടരാറില്ല. നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പറഞ്ഞു പോകുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ അവസാനം പരിഹാരം പറയും. പരിഹാരമൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഗുണഫലം ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. വ്യക്തമായി ഇപ്പോഴത്തെ ദശ അപഹാരങ്ങൾ പരിശോധിക്കുക. കാരണം ഈ വർഷം തന്നെ വ്യാഴം രാശി മാറുന്നു, ശനി രാശി മാറുന്നു, രാഹു കേതു രാശി മാറുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ജീവിതത്തിൽ പല മാറ്റങ്ങളും വരും. ഈ മാറ്റങ്ങൾ നമ്മുടെ ജാതകത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു, എന്തുമാത്രം ഭാഗ്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ദോഷങ്ങൾ വരുന്നതെന്നും ജാതകം നോക്കിയാലേ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ജാതകഫലം അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങൾ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസം നടത്തുവാനുമെല്ലാം സാധിക്കും. പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ വിജയം വന്നു ചേരുന്ന സമയം തന്നെയാണ്. കർമ്മ മേഖലയിൽ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് മേഖലയും നിങ്ങൾക്ക് കീഴടക്കുവാൻ സാധിക്കും. പുതിയതായി നിങ്ങളുടെ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന വ്യക്തികളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കുകയും അങ്ങനെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ നിങ്ങളുടെ മക്കളുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടാകും, അല്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു മനസ്സിലൊരു സന്തോഷമുണ്ടാകും. കാരണം അത്രയ്ക്കും നിങ്ങൾ കഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുകയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാർ. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തിരിച്ച് അവരിൽ നിന്നും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും നിങ്ങളോടുള്ള അനുസരണയും അവരുടെ ജീവിതത്തിലെ ഉയർച്ചയും എല്ലാം കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അസാധാരണമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിസ്സാരമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ പറയും നിന്നെക്കൊണ്ട് സാധിക്കുകയില്ല, നീ അത് ചെയ്യരുത്, നിന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്, ചിലപ്പോൾ നീ തോറ്റുപോകും, പരാജയപ്പെട്ടു പോകുമെന്നെല്ലാം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പണം നിക്ഷേപിച്ച് വസ്തുവോ അല്ലെങ്കിൽ വീടോ വാങ്ങുവാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ വളരെ അധികം ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യുക.
നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ആരാണോ അയാൾ ആരുമാകാം. നമ്മുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ഈ ഒരു വസ്തു വാങ്ങുവാനോ, ഒരു വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ വീട് വയ്ക്കുവാനോ വേണ്ടി പരിചയപ്പെടുന്ന വ്യക്തികളാകാം. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം മാത്രം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കാരണം വളരെയധികം കഷ്ടപ്പെട്ട് ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക എന്നുള്ളത്. ജീവിതത്തിന് ഒരു ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് അത് ലോണുകളും എല്ലാം എടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടാൽ നമുക്കത് മാനസികപരമായി ഒരുപാട് ദുഃഖം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ആര് പറയുന്നതിലും വിശ്വസിച്ച് വീണു പോകരുത്. കൃത്യമായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക. ദീർഘകാലമായി നിങ്ങൾ സൂക്ഷിച്ചിരുന്ന പല രേഖകളും, അതായത് നിങ്ങളുടെ ഓഫീസ് സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടുള്ള സൂക്ഷിച്ച രേഖകൾ കളഞ്ഞു പോകാനോ മോഷണം പോകാനോ സാധ്യതയുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. മുതിർന്ന വ്യക്തികളുടെയും അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കന്മാരുടെയും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയും എല്ലാം അനുഗ്രഹം കൂടെ ഉണ്ടാകുകയും നമുക്ക് നേട്ടമുണ്ടാകുകയും ചെയ്യും. പണമിടപാടുകൾ നടത്തുമ്പോൾ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരുവാൻ ഒരു സാധ്യതയുണ്ട്. അതും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നമുക്ക് ചെയ്യുവാൻ പറ്റാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം നമ്മളെ കൊണ്ട് ആ ഒരു സമയത്ത് പണം കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വാക്ക് പറയാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും നേട്ടങ്ങളും വന്നു ചേരുന്ന സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്നിരുന്നാലും വളരെയധികം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിഷ്പ്രയാസം സാധിച്ചെടുക്കുക എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിലും വിജയം കൈവരിക്കും എന്നുണ്ടെങ്കിലും കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളെ മറികടന്ന് അദ്ദേഹം മുന്നിലെത്തുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുകയും സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന സമയം തന്നെയാണ്. ദൂരയാത്രകൾ പോകുവാൻ സാധിക്കും. തീർത്ഥയാത്രകൾ കൂടുതലായി പോകുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ലാഭം, നേട്ടം, ഉയർച്ച എന്നിവ വന്നു ചേരുന്ന വർഷമായിരിക്കും. താൽക്കാലിക ജോലിയിൽ ആ ജോലി സ്ഥിരമാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. വ്യാപാരം വിജയിക്കും. ചെറുകിട കച്ചവടക്കാർ, ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സ്ഥലമാറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് ആ പൊതുരംഗത്ത് നമ്മളുടെ ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളും മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, പൊതുമേഖലയിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, അതായത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുകയും ആ സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു ചവിട്ടുപടിയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നിങ്ങൾ കൈകൊടുത്ത് അവരെ ആ വിജയത്തിലേക്ക് കയറ്റിവിടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. പണമിടപാടുകൾ കൃത്യമായി നടക്കാത്തത് മൂലം കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി ആദ്യമേ പറയുന്നതാണ്, പണമിടപാടുകൾ വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി ചെയ്യുക. നിങ്ങൾക്ക് പേരുദോഷം കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നു. അകന്നു നിന്ന കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈയൊരു സമയത്ത് നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ജോലികൾ കൈകാര്യം ചെയ്യുക. കാരണം
ജോലിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും താഴോട്ട് വരാനോ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതായത് അവർ പറയുന്ന ആ ഒരു ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുവാൻ സാധിക്കാതെ നിങ്ങളുടെ ആ ഒരു ഗ്രേഡ് കുറയാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ചും ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ടത് പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. ആരോഗ്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാകുകയുള്ളൂ. അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സഹോദരങ്ങളുടെ വിവാഹം, അവരുടെ ജോലി, വിദ്യാഭ്യാസം, ഇതിനു വേണ്ടിയെല്ലാം പണം ചിലവാക്കുകയും അവർ വിജയത്തിലെത്തുകയും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. വളരെ നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ആ ഒരു ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരണം എന്നുണ്ടെങ്കിൽ, ഇവിടെ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും ദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കാം, ചുവന്ന പട്ടർപ്പിക്കാം, കുങ്കുമാർച്ചന നടത്താം. ഇങ്ങനെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം മുന്നോട്ട് പോയാൽ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ദേവി ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം തന്നെ ജാതകമൊന്ന് പരിശോധിച്ച് ജാതകത്തിലെ പരിഹാരവും കൂടി ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ വരികയും ചെയ്യും. നമസ്കാരം. വിഷുഫലത്തിൽ കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഫലത്തിൽ പറയുന്ന ഗുണഫലങ്ങൾ വരുന്നില്ല, കൂടുതലും ദോഷഫലങ്ങളാണ് അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിലെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കുകയും ഇപ്പോൾ തന്നെ ഈ ഒരു വർഷകാലഘട്ടം വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുന്നു. രാശി മാറ്റത്തിൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റേതായ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യങ്ങൾ കൂടുതലായി വരുവാനും ദോഷങ്ങൾ കുറയുവാനും സാധ്യതയുണ്ട്. ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ എല്ലാ ദിവസവും നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ ദോഷങ്ങൾ ഉള്ള വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനയും പൂജയും നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും ഒരു ചെറിയ രീതിയിൽ ഒരു ആശ്വാസം നമുക്കും തരുവാൻ സാധിക്കും. വിഷുഫലത്തിൽ കാർത്തിക നക്ഷത്രക്കാർ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലസതയും മടിയും മാറ്റിവെച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല മേഖലകളിലും എത്തിച്ചേരുവാൻ സാധിക്കും. അഹോരാത്രം പ്രയത്നിച്ചിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ മേൽ കാണിക്കുന്ന ഒരു പറയുകയാണെങ്കിൽ വിളിദോഷമെന്നോ അല്ലെങ്കിൽ അതിനെ കമ്പയർ ദോഷം അല്ലെങ്കിൽ അസൂയപ്പെടുക, ഇതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ നിൽക്കുന്ന വ്യക്തികളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഒരു ഫലമുണ്ടാകുക തന്നെ ചെയ്യും. പണം മുടക്കി വ്യാപാര വ്യവസായ മേഖലയിൽ ഏർപ്പെടുന്നത് അബദ്ധമായിരിക്കും. അതായത് ബിസിനസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പണത്തിൻ്റെ മൂല്യം നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയില്ല. കാരണം നിങ്ങളൊരു 10 ലക്ഷം രൂപ മുടക്കിയിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു മാസം നിങ്ങൾക്കൊരു 10,000 രൂപ പോലും ലാഭം കിട്ടാത്ത അവസ്ഥയായിരിക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ബിസിനസ് ചെയ്യുന്നവർ മുന്നോട്ട് പോകുക. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനായി ചിലവർക്ക് ആഗ്രഹം കാണും. നിങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതും വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ചതിന് ശേഷം മാത്രം ഇറങ്ങി പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും.
സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് തന്നെ അറിയുവാൻ സാധിക്കും. നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഉദ്യോഗസ്ഥനാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാവട്ടെ, അതുമല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ ആരായാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളോട് സ്നേഹമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളുടെ പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങളെ നെഗറ്റീവായി പൊതുജനങ്ങളോട് പറയുകയും നിങ്ങളെ അപമാനിക്കുവാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയുവാൻ സാധിക്കും. നിങ്ങളില്ലാത്ത മറ്റൊരു സ്ഥലത്ത് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായി പറയുന്നത് നിങ്ങൾക്കറിയുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റാരെങ്കിലും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വേണ്ട. കാരണം അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നില്ല. സ്വന്തം കാര്യങ്ങൾ സ്വന്തം കഴിവിനോടൊത്ത് ചെയ്യുക. ആദ്യമേ പറഞ്ഞു, മടി അലസത മാറ്റിവെച്ചിട്ട് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. പറയുന്ന വാക്കുകൾ അതിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കുക. പല വാക്കുകളും എടുത്തു ചാടി പറയുകയും അല്ലെങ്കിൽ അതിൽ പറയുന്നതിൻ്റെ പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണാറുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് പലർക്കും എടുത്തു ചാടിയുള്ള പ്രവൃത്തിയാണ് കൂടുതൽ കാണുന്നത്. അങ്ങനെ അവർക്ക് ഈ അബദ്ധങ്ങൾ പറയുകയും അത് മുഖാന്തരം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. മാതാപിതാക്കളും ജീവിത പങ്കാളിയും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നല്ല രീതിയിൽ, അതായത് നല്ല ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരും. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ പറയുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവ് പറയുന്ന കാര്യം, ഇതെല്ലാം പരിഗണിക്കുക, അംഗീകരിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് അതിൽ അനുഭവ സമ്പത്തുള്ള വ്യക്തികൾ പറയുന്നത് എന്താണോ അതിനെ കൃത്യമായ രീതിയിൽ അംഗീകരിക്കുകയും അത് പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുറപ്പായും നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ആപത്തുള്ള സുഹൃത്തുക്കൾ, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ ആരാണെന്ന്. അവരുടെ മുന്നിൽ നിങ്ങൾ വീണ്ടും വിഡ്ഢികളാവാൻ നിന്ന് കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ കൂടുതലും തൊഴിൽപരമായ രഹസ്യങ്ങൾ പറയാതിരിക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതം മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആത്മാർത്ഥമായും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിനോടൊപ്പം നിങ്ങളുടെയും സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷവും മുന്നിൽ കണ്ട് ജീവിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഞാൻ ജീവിച്ചത് മൊത്തം നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം അവസാനം ഈ കുഞ്ഞുങ്ങൾ നമ്മളെ സംരക്ഷിക്കുവാനുള്ള സാധ്യതയെല്ലാം കുറവാണ്. നമ്മളുടെ നിലനിൽപ്പും കൂടി നോക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടി നമ്മുടെ സമ്പാദ്യം പൂർണ്ണമായും ചിലവാക്കുവാനും. കുഞ്ഞുങ്ങൾക്ക് വസ്തു, വീട്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഇതെല്ലാം കൊടുക്കുമ്പോൾ നമുക്കുള്ളത് മാറ്റിയതിന് ശേഷം മാത്രം കൊടുക്കുക. അവരിൽ നിന്നും നമുക്ക് ചതിവുകൾ പറ്റാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഉത്തരവാദിത്തമില്ലാത്ത ജോലിക്കാരെ, നിങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദിത്തമില്ലാത്ത ജോലിക്കാരെ പിരിച്ചുവിടുകയും വിശ്വാസമില്ലാത്ത ആൾക്കാരെ ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തമില്ലാത്തവരെ ബിസിനസ്സിൽ നിന്നും മാറ്റുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളോട് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അവരുമായി പിന്നെ സൗഹൃദത്തിൽ പോകാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാർഷിക മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ധനം സമ്പാദിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ആ മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ അത് നിങ്ങൾ കൃഷി ചെയ്യുന്ന വ്യക്തിയാവാം, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര ആരാധനയും ഭഗവാന് വേണ്ടിയുള്ള സമർപ്പണവും സൽക്കർമ്മങ്ങളും അന്നദാനങ്ങളും ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റി നിങ്ങൾക്ക്
ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിദേശ നാടുകളിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഉറപ്പായും പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വരുന്നത് ഈ ഒരു കാര്യത്തിലാണ്. വിദേശത്താണ് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായി നേട്ടമുണ്ടാകുന്നു, വിജയമുണ്ടാകുന്നു. അവിടെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ജോലിയിൽ നേട്ടങ്ങളുണ്ടാകുന്നു, വിജയങ്ങളുണ്ടാകുന്നു, ധനലാഭങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ഇനി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അങ്ങനെ വരുവാൻ സാധ്യതയുണ്ട്. വരവിനോടൊപ്പം ചിലവും അധികമാകുവാൻ സാധ്യത കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. നിങ്ങൾക്ക് ദീർഘയാത്രകൾ ഈ ഒരു സമയത്ത് ഒരുപാട് ദീർഘയാത്രകൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഈ യാത്രയിലെല്ലാം പരാജയം, ധനനഷ്ടം കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു വർഷത്തേക്ക് വിനോദയാത്രകളോ ദീർഘയാത്രകളോ ഒന്ന് ഒഴിവാക്കുകയും അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. മാനസികപരമായ പിരിമുറുക്കം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസും അല്ലെങ്കിൽ പാട്ടുകൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്പീച്ചുകൾ കേൾക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അല്ലാത്ത പക്ഷം നെഗറ്റീവ് ചിന്താഗതികൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ജീവിതം നെഗറ്റീവ്സിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾ പറയുന്ന നല്ല വ്യക്തികളോടൊപ്പം സൗഹൃദം കൊണ്ടുപോകുക, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതികൾ, അതായത് ഉയർച്ചകൾ ഉണ്ടാകാനും സാധ്യതയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, അതിപ്പോൾ പുരുഷനാവാം, സ്ത്രീ, അതായത് ഒരു ഭാര്യയാവാം അല്ലെങ്കിൽ ഭർത്താവാം, നിങ്ങൾക്ക് ആ എതിരെ നിൽക്കുന്ന ആളിന് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. മാതാവിനോ അല്ലെങ്കിൽ ആ സ്ഥാനത്തിൽ നമ്മൾ കാണുന്ന വ്യക്തി, അതായത് നമ്മുടെ ബന്ധത്തിൽ തന്നെ അമ്മയെപ്പോലെ കാണുന്ന പല വ്യക്തികളുണ്ടാകും, നമ്മൾ പരിചരിക്കുന്ന വ്യക്തികളുണ്ടാകും. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നമ്മുടെ മാതൃസ്ഥാനത്തിൽ കാണുന്ന വ്യക്തിക്കോ മാതാവിനോ ആരോഗ്യ പ്രശ്നമുണ്ടാകുകയും അതിനുവേണ്ടി ധനം ചിലവാക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് വർദ്ധിക്കും. ധനം കുറവാണെങ്കിലും ചിലവ് കൂടുതലായിരിക്കും. സമയം കുറവാണെങ്കിലും വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടുതലും ജോലിഭാരം കൂടുതലുമാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. മത്സരങ്ങൾ, ഇൻ്റർവ്യൂകൾ, പരീക്ഷകൾ, ഇതിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അന്യരുടെ സഹായം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടി വരും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. വിവാഹാലോചനകൾ മുടങ്ങിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ നടക്കാതെ ഇരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി പിരിഞ്ഞിരുന്ന ദമ്പതികൾ, ഇവർക്കെല്ലാം അനുയോജ്യമായ സമയമാണ്. ഈ ഒരു വർഷത്ത് തന്നെ വിവാഹം നല്ല രീതിയിൽ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ വിവാഹം നടക്കുവാനും അല്ലെങ്കിൽ അതൊരു എൻഗേജ്മെൻറ്റിൽ വരെ എത്തിച്ചേരുവാനും സാധിക്കുന്നുണ്ട്. ഗ്രഹം വച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഗ്രഹത്തിൻ്റെ പണികൾ പുരോഗതിയിലോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയ ഗൃഹം വയ്ക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ വസ്തു വാങ്ങുവാൻ സാധിക്കും. അതെല്ലാം ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു നക്ഷത്രത്തിൽ, ഈ ഒരു വിഷുഫലത്തിൽ പറയുന്ന ദോഷപരിഹാരത്തിന് നിങ്ങൾ ഭഗവതിയെ പ്രാർത്ഥിക്കുകയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും. അതിനോടൊപ്പം ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഗണപതി ഭഗവാൻ ഒരു നാളികേരം മുടയ്ക്കുകയോ പുഷ്പാഞ്ജലി അർപ്പിക്കുകയോ ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും തടസ്സങ്ങൾ മാറുകയും ചെയ്യും. ഇത്രയും ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും കൂടുതൽ ദോഷങ്ങളും നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ദോഷങ്ങൾ ഈ പരിഹാരം ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിലെ ഇപ്പോഴത്തെ സമയം ഏതാണെന്ന് മനസ്സിലാക്കി അതിനും കൂടി പരിഹാരം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നേട്ടങ്ങൾ ഉണ്ടാകുകയും ദോഷങ്ങൾ മാറുകയും ചെയ്യും. നമസ്കാരം. വിഷുഫലം. വിഷുഫലത്തിൽ രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലഘട്ടം ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും
എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു വിഷുഫലത്തിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ദോഷഫലങ്ങളാണ് കൂടുതൽ വരുന്നത്, ഗുണഫലങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. കൃത്യമായി ജാതകം പരിശോധിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുക. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ ഇപ്പോൾ രാശി മാറുകയാണ്. ഈ രാശിമാറ്റത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുകയും ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതിനും കൂടി പരിഹാരം ചെയ്തു പോയാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം എന്ന വണ്ണം നിത്യവും നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹ തടസ്സമാണോ അല്ലെങ്കിൽ ജോലി തടസ്സമാണ്, വിദ്യാഭ്യാസ തടസ്സമാണ് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ആ പേരും നാളിലും ആ ആവശ്യം പറഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്തും. ഒരു ചെറിയൊരു നേട്ടം അല്ലെങ്കിൽ ചെറിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിച്ചാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ വിഷുഫലത്തിൽ രോഹിണി നക്ഷത്രത്തിൽ ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈശ്വര പ്രാർത്ഥനകളാലും സൽക്കർമ്മങ്ങളാലും തൊഴിൽ മേഖലയിൽ പരാജയങ്ങളെ ഒഴിവാക്കി വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും. നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുവാനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. കൈവിട്ടുപോയി എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ വാങ്ങുവാൻ സാധിക്കും. കുടുംബപരമായി നമുക്ക് ലഭിക്കാതെ മറ്റാരെങ്കിലും പിടിച്ചെടുത്ത വസ്തുക്കൾ അതിനെ നമ്മുടെ കയ്യിലേക്ക് വരുവാൻ സാധ്യതയേറെ കൂടുതലാണ്. മാത്രമല്ല അത് നമുക്ക് വാങ്ങുവാനും അതിനുള്ള സാമ്പത്തികം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ കുറവായി കാണുന്നുണ്ട്. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് ഫലങ്ങൾ കുറയുകയും പേരിനും പ്രശസ്തിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഫലങ്ങൾ കൂടുതലും കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ രോഹിണി നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കതിനുള്ള സ്ഥാനമാനങ്ങൾ കിട്ടുവാൻ പോകുന്നില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. നീതിന്യായ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേസോ വഴക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഗുണഫലം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഗുണഫലം തന്നെ നിങ്ങളെ തേടി വരും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് അതിനെ ആ ഒരു അന്തരീക്ഷം മാറ്റുകയും സ്വന്തം കഴിവ് നിങ്ങളുടെ റിസ്കിൽ മാത്രം അന്തരീക്ഷം, അതായത് ദോഷപരമായ അനുഭവം, അതായത് അവിടെ ഒരു വഴക്കുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി, എല്ലാവരും ദേഷ്യത്തിലും സങ്കടത്തിലും നിന്ന അവസരത്തിലും നിങ്ങൾ അവിടെ എത്തിച്ചേരുന്നതോടൊപ്പം അവിടെ ഒരു ആഹ്ലാദപരമായ അന്തരീക്ഷം കൊണ്ടുവരാൻ നിങ്ങളുടെ സംസാരത്തിനും പെരുമാറ്റത്തിനും സാധിക്കും. അത്രയ്ക്കും പ്രാധാന്യം കുടുംബത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നർത്ഥം. അത് നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ പോലും വീട്ടിനുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസം നിങ്ങളുടെ കടന്നു വരവോടുകൂടി അവിടെ പൂർണ്ണമാകുകയാണ്, സ്റ്റോപ്പ് ആകുകയാണ്.
അവർ സ്നേഹത്തോടു കൂടി പിന്നെ സംസാരിച്ച് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് അത്രയ്ക്കും പ്രാധാന്യം ആ വീട്ടിനുള്ളിൽ ഉണ്ട് എന്നതാണ്. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം തീർച്ചയായും ഉണ്ടാകുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ വിപരീത സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, അത് മറ്റ് മേഖലയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പോലും നിങ്ങളുടെ സഹായം വേണ്ടി വരും. മറ്റുള്ളവരുടെ ജീവിത ഉയർച്ചയിൽ നിങ്ങൾ ആയിരിക്കും അതായത് സന്തോഷിക്കുകയും അവർക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും അവരെ എല്ലാ പിന്തുണയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സാഹചര്യത്തും അവരുടെ കൂടെ ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണം വളരെ നല്ലത് തന്നെയാണ്. കാരണം ത്വക്ക് സംബന്ധമായ രോഗങ്ങളോ അലർജി സംബന്ധമായ രോഗങ്ങൾക്കോ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പൂർവിക സ്വത്ത് ലഭിക്കുവാൻ കാലതാമസം എടുക്കും. യാത്രക്കിടെ ചെറിയ വീഴ്ചകൾ, പരുക്കുകൾ, ചെറിയ ചതവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്ര ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്ഷേത്രദർശനം നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ബിസിനസ്സിൽ നിന്നും മികച്ച നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുകയും തൊഴിൽപരമായി സ്ഥാനമാറ്റം ഉണ്ടാകുകയും ഗ്രഹത്തിൽ ശാന്തത കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടം കൈവരിക്കുന്ന ഒരു വർഷമായിരിക്കും. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും മുൻപന്തിയിൽ നിങ്ങൾക്ക് തന്നെ സ്ഥാനമുണ്ടാകുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. പുതിയ പദ്ധതികൾ പണം മുടക്കുകയും അതിൽ നിന്നും മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടം വരാൻ സാധ്യത കൂടുതലാണ്. ആത്മാർത്ഥമായി ശ്രമിക്കുക, നല്ലതായിരിക്കും. അധികാരികളിൽ നിന്നും അനുകൂല തീരുമാനവും അവരുടെ അഭിനന്ദനങ്ങളും നിങ്ങളെ തേടി വരും. ദാമ്പത്തിക ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. വസ്തു വാങ്ങുവാനും വീട് വയ്ക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബത്തിലെ ശാന്തത നിലനിർത്തുവാൻ വേണ്ടി മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ദോഷശമനങ്ങൾക്കും ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഈ ഒരു വർഷക്കാലഘട്ടം മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിത്യവും ക്ഷേത്രദർശനം നടത്തുക. ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഭഗവാനെ നിങ്ങളുടെ പക്കനാൾ വരുന്ന ദിവസങ്ങളിൽ പാൽപ്പായസ വഴിപാട് നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ദോഷവും മാറിപ്പോകുകയും ഗുണപരമായ അനുഭവങ്ങൾ വരികയും ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായും മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ തരം പ്രശ്നങ്ങൾക്ക് ചെറിയൊരു പരിഹാരം എന്നവണ്ണം നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക. പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുകയും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നമസ്കാരം. വിഷുഫലം. വിഷുഫലത്തിൽ മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു വർഷം ഈ ഒരു ഫലത്തിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. പലരും പറയാറുള്ള കാര്യമാണ്,
ഈ പറയുന്നതെല്ലാം വെറുതെയാണ്, ജീവിതത്തിലൊന്നും വരുന്നില്ല, ഇതിന് ഓപ്പോസിറ്റാണ് നടക്കുന്നതെന്ന് അങ്ങനെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം ഏതാണെന്ന് മനസ്സിലാക്കുക. രാഹു, കേതു, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ ആ രാശി മാറ്റത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. ഇതെല്ലാം നോക്കിയിട്ട് അതിൻ്റെയും ചെറിയൊരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ഭാഗ്യങ്ങൾ ഇരട്ടിയായി വരികയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല എന്നിങ്ങനെയുള്ള ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഒന്ന് രേഖപ്പെടുത്തുക. നിത്യവും നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു മാറ്റം ജീവിതത്തിൽ വരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം വരികയും സന്തോഷിക്കുവാൻ ഒരവസരം ലഭിക്കുകയും ചെയ്താൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നാളും എഴുതി അറിയിക്കുക. അതിനോടൊപ്പം ഏതെങ്കിലും വിഷയത്തിന് വേണ്ടിയാണ് പൂജ നടത്തേണ്ടതുണ്ടെങ്കിൽ അതും കൂടി അറിയിക്കുക. അത് തീർച്ചയായിട്ടും ചെയ്യുകയും നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഈ ഒരു വർഷത്തിൽ മകയിരം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ദോഷകരമായി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി, അതായത് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വളർച്ചയിൽ അസൂയ അല്ലെങ്കിൽ ശത്രുത ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളോടൊപ്പം നിങ്ങളുടെ സൗഹൃദത്തിനായി വരികയും ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങളുടെ സാമ്പത്തികപരമായ വളർച്ചയിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് അസൂയ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും പിന്മാറുന്നത് നല്ലതായിരിക്കും. സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും. എന്നിരുന്നാലും ആ ഒരു കാർഷിക രംഗത്ത് ഇൻഷുറൻസ് എല്ലാം സ്ഥിരമായി അങ്ങനെ എടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ കാരണം നിങ്ങൾക്കൊരു ദോഷവും വരാതിരിക്കുവാനാണ് അതെല്ലാം ചെയ്യുന്നത്. കാരണം നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വ്യതിയാനം സംഭവിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ഒരു നഷ്ടവും വരുവാൻ പാടില്ല. മേലധികാരികളുടെ ആദരവ്, അംഗീകാരം, അവരുടെ ബഹുമാനം, അവരുടെ പ്രീതി ഇതെല്ലാം പിടിച്ചു പറ്റുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും അകലുവാനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി പിരിയുവാനോ മാറി നിൽക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുമായി ശത്രുതയിലാവാനോ സാധ്യതയുണ്ട്. അതിപ്പോൾ ആരുമാകാം. ദമ്പതികളാകാം, പ്രണയിക്കുന്നവരാകാം, അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദത്തിൽ കഴിയുന്നവരാകാം, മാതാപിതാക്കൾ തമ്മിലാകാം, അങ്ങനെ ആരുമാകാം. അപ്പോൾ അവയെല്ലാം സൂക്ഷിക്കുക. ദമ്പതികൾക്ക് വിട്ടുവീഴ്ച മനോഭാവം അനിവാര്യം തന്നെയാണ്. പരസ്പരം അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും സാധിച്ചാൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിശ്ചയിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ വേണ്ടി അധിക ചിലവുകൾ വരുന്ന ഒരു വർഷം തന്നെയാണ്. ചിലവുകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. ക്ഷമയും വിനയവും സഹനശക്തിയും വിപരീതമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എടുത്തുചാടിയുള്ള സ്വഭാവം മൂലം പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ക്ഷമിക്കേണ്ട സ്ഥലത്ത് ക്ഷമിക്കുക തന്നെ ചെയ്യുക, വിനയം കാണിക്കേണ്ടടുത്ത് വിനയം കാണിക്കുക തന്നെ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ.
രോഗദുരിതങ്ങൾ ശമിക്കും എന്നുണ്ടെങ്കിലും ആരോഗ്യകാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. ഗ്രഹാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്ന വർഷം തന്നെയാണ്. കുടുംബത്തിൽ സ്ത്രീജനങ്ങൾ മുഖാന്തരം കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ജനങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ബന്ധുക്കൾ പിരിഞ്ഞ് മാറുവാനോ അല്ലെങ്കിൽ മാറി താമസിക്കുവാനോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ഏറ്റെടുത്ത പ്രവർത്തികൾ വിജയത്തിൽ എത്തിക്കുവാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കേണ്ടി വരും. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിജയം ഉറപ്പായും നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസപരമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. മത്സര പരീക്ഷകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഇൻ്റർവ്യൂ, ടെസ്റ്റ് എന്നീ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാനും നല്ല രീതിയിൽ ജോലിയിൽ മുൻഗണന ലഭിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരുന്നൊരു വർഷം തന്നെയാണ്. സഹോദരങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഗ്രഹസംബന്ധമായിട്ടോ വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ പണച്ചിലവ് വരാം. ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയെല്ലാം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ധനനഷ്ടമുണ്ടാകാൻ സാധ്യത കൂടുതലായി കാണുന്നു. വാഹനങ്ങൾ വാങ്ങുവാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ മാറ്റി വാങ്ങുക, പുതിയ വാഹനങ്ങൾ വാങ്ങുക, ഇവയ്ക്കെല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. പരിക്ക്, രോഗദുരിതങ്ങൾ എന്നിവ മൂലം ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുകയോ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുവാനോ എല്ലാം സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഡേഞ്ചറായിട്ടുള്ള ജോലി ചെയ്യുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധാപൂർവം എല്ലാ സേഫ്റ്റിയും നോക്കിയിട്ട് വേണം ജോലി പ്രവേശിക്കുവാൻ. കാരണം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിത്യവും ജോലി ചെയ്യുവാനും കുടുംബത്തെ സംരക്ഷിക്കുവാനും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള ആ ഒരു തടസ്സം ഈ ഒരു വർഷം മാറിക്കിട്ടും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറുകയും വിദേശയാത്രയ്ക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് മെച്ചമുണ്ടാകുക തന്നെ ചെയ്യും. നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടി വരും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കളായി വരുന്നത്. സംസാരം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ജന്മനക്ഷത്ര നാളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഹോമം നടത്തുകയും അല്ലെങ്കിൽ ഉണ്ണിയപ്പ നേദ്യം നടത്തുകയും അഷ്ടദ്രവ്യ നേദ്യം നടത്തുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിത്യവും ക്ഷേത്ര ദർശനം നടത്തുക. ദുർഗാദേവിയെയും ഗണപതി ഭഗവാനെയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലികളെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി വരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ജാതകം തീർച്ചയായും പരിശോധിച്ച് അതിനുള്ള പരിഹാരം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ചെറുതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾക്ക്, അതായത് നിങ്ങൾക്കിപ്പോൾ ജാതകം നോക്കാതെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം നേടുന്നു, അല്ലെങ്കിൽ വിവാഹം നടക്കുവാൻ വൈകുന്നു, ജാതകമെല്ലാം പരിശോധിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല, വൈകിക്കൊണ്ടേയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും പേരുന്നാളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃത്യം നമ്മുടെ പൂജാധികാരികളിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമസ്കാരം. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ഈ ഒരു വർഷത്തെ വിഷുഫലം എന്താണെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് പറയുന്നത്. ഈ പറയുന്ന ഗുണഫലങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല, ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും രാഹു, കേതു, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും മനസ്സിലാക്കി അതിനും പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ ദോഷങ്ങൾ മാറുകയും ഗുണഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിയായി വന്നു ചേരുകയും ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന വണ്ണം
നിത്യവും നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരെന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരാവശ്യമാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടി പറയുക. അപ്പോൾ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരെന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം വരികയും ചെയ്യും. ക്ഷേത്ര ദർശനം ചെയ്യുവാൻ സാധിക്കാതെ വിദേശത്തൊക്കെ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും പൂജയിലുമെല്ലാം നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുന്നതാണ്. കമൻറ്റ് ബോക്സിൽ പേരും നാളും ഉൾപ്പെടുത്തുക. അതിനോടൊപ്പം നിങ്ങളുടെ എന്താണ് വിഷയം എന്നുള്ളതും കൂടി എഴുതി അറിയിക്കുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ പരീക്ഷയിൽ വലിയ രീതിയിലുള്ളൊരു വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച് ഈ ഒരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ അവിടെ ഒരു വീട് വയ്ക്കണം എന്ന് കരുതിയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ലഭിക്കില്ല എന്നാണ് വിചാരിച്ച് നിങ്ങൾ ദുഃഖിതനായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത വളരെ ഏറെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. മറ്റൊന്ന്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു വസ്തു നിങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കാതെ അതിന് നിങ്ങൾ ആഗ്രഹിച്ച വില കിട്ടാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വില തന്ന് അത് വാങ്ങുവാനും ആ വസ്തു വിൽക്കുന്നത് മുഖാന്തരം നമുക്ക് ധനലാഭവും നേട്ടവും ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. വസ്തു വാങ്ങുവാനും വിൽക്കുന്നതിലും ലാഭം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. ജോലി ചെയ്യുന്നവർ, നിത്യവും ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം ജോലി ചെയ്യുക. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് ഇരയാകാൻ സാധ്യതയുണ്ട്. അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റാതെയും വരുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. സഹയാത്രകളിൽ നിന്നും നീചമായ പ്രവൃത്തികൾ പ്രതീക്ഷിക്കാം. പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഉദിച്ചു വരികയും എന്നാൽ അവ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും അതിൽ വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം തീർച്ചയായും തിരുവാതിര നക്ഷത്രക്കാർ അതിന് ഇറങ്ങുക. ഗൃഹം നിർമ്മിക്കുവാനും അതിൽ പ്രവേശിക്കുവാനും അതിൽ താമസിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ ആർഭാടകരമായ ജീവിതം അധിക ചിലവുകൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ സാധിക്കും. സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും ചെറിയ രീതിയിലുള്ളൊരു വിജയം പ്രതീക്ഷിക്കാം. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്തിക ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലെങ്കിൽ പിരിഞ്ഞിരുന്ന വ്യക്തികൾ തമ്മിൽ വീണ്ടും ഒന്നായി ചേർന്ന് ജീവിക്കുവാനും സാധിക്കുന്നൊരു വർഷം തന്നെയാണ്. കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നിങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് എത്തിച്ചേരുവാനും സാധിക്കും. അത് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ നിന്ന് സംസാരിച്ചാൽ നമ്മുടെ വാക്കുകൾക്ക് അവർ വില തരികയും ആ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ തീർപ്പ് വരികയും ചെയ്യും. മറ്റുള്ളവരുടെ കലഹങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കാരണമായി തീരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞിട്ട് അവിടെ നിന്നും ഒഴിവാകുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ പിതാവിന് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അരിഷ്ടതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനുകൂലമായി നിങ്ങളുടെ കൂടെ നിന്നവരെല്ലാവരും ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം മൂലം നേരത്തെ മുൻകൂട്ടി വച്ചിരുന്ന പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും. ലഹരി വസ്തുക്കളിലുള്ള താല്പര്യം വർദ്ധിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറുവാനും നേട്ടങ്ങൾ ഉണ്ടാകുവാനും ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുവാനും വിദ്യാഭ്യാസപരമായി
അവർക്ക് വിദേശത്ത് പോകുവാനുമെല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വിലപ്പെട്ട രേഖകൾ കൈമോശം വരാതെ സൂക്ഷിക്കുക. ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. ബന്ധുജനങ്ങളുടെ സഹായത്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല മേഖലകളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. കാർഷിക മേഖലകളിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. സർക്കാർ ജീവനക്കാർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും പ്രൊമോഷനുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തികപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലത്ത് നേരിടേണ്ടി വരും. പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് അത് നിങ്ങളുടെ വീട്ടുകാർ അംഗീകരിക്കുവാനും വിവാഹത്തിൽ എത്തിച്ചേരുവാനും സന്തോഷകരമായി ഒരു ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലസതയും മടിയും മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിലെ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചിട്ട് അതിലെ ദശാപഹാരം മനസ്സിലാക്കുക. കൂടെ ഈ ഒരു വർഷത്തിൽ തന്നെ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ്. അതിൻ്റേതായ ഗുണദോഷ ഫലങ്ങളും ജീവിതത്തിൽ വരും. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ജാതകത്തിൽ വരുന്ന ദോഷങ്ങളുടെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ കുറയുകയും ഗുണഫലങ്ങൾ കൂടുതലായി ജീവിതത്തിൽ വരികയും ചെയ്യും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജാതകത്തിലുണ്ടാകുന്ന ദോഷ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാ മാസവും നടക്കാറുള്ള സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ദോഷങ്ങൾക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാകുകയും ചെയ്യും. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകും. എടുത്തുചാട്ടം അബദ്ധത്തിൽ പോയി വീഴുവാൻ സാധ്യത ഉള്ളതിനാൽ നിങ്ങളുടെ പ്രവൃത്തി വളരെ ആലോചിച്ച് ആയിരിക്കണം. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിൽ അശ്രദ്ധ കാണിച്ചാൽ അവിടെയും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സൽകീർത്തി, സജ്ജനങ്ങളുമായുള്ള സ്നേഹം, അതായത് സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതിയിൽ എത്തിക്കും. സാമ്പത്തിക വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ പാലിക്കുക. സാമ്പത്തികം നിങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അത് ചിലവാക്കാതെ സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം വരുന്ന വരുമാനത്തെക്കാളും കൂടുതൽ ചിലവുകൾ ഈ ഒരു വർഷത്തിൽ കാണുന്നുണ്ട്. ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേവാലയ ദർശനങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ ദോഷങ്ങൾ കുറയുകയും ഭാഗ്യങ്ങൾ ഇരട്ടിയായി ജീവിതത്തിൽ വരികയും ചെയ്യും. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു മോശമായ സമയം മാറി കുറേയൊക്കെ സന്തോഷത്തോടു കൂടി പോകുവാൻ വേണ്ടി ഈ ഒരു ദേവാലയ ദർശനം, തീർത്ഥയാത്ര ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യും. അനുയോജ്യമായ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് ധന ആഗമനം
നിങ്ങൾ ചെയ്യുന്ന മേഖല നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം വരുവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനും അല്ലെങ്കിൽ അവിടത്തേക്കുള്ള ടെസ്റ്റുകൾ പാസ്സാകുവാനും ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് അതിൽ വിജയിക്കുവാനും അവിടെ പഠിക്കുവാനോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയോ എല്ലാം പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. പൊതുപ്രവർത്തനങ്ങളിൽ നിങ്ങൾ വളരെയധികം ശോഭിക്കുവാനും സാധ്യതയുണ്ട്. ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ പുറത്തു നിന്നുമെല്ലാം ആഹാരം കഴിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഉറ്റ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ അതിൻ്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. പരാജയം വന്നു, എനിക്കിനി വിജയിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് കരുതി നിൽക്കുന്ന സമയത്തായിരിക്കും ഒരാളുടെ എങ്കിലും സഹായത്തിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മെൻ്റലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ നമ്മളെ സഹായിച്ചു, നമ്മൾ സപ്പോർട്ട് ചെയ്തു നമ്മൾ വിജയത്തിൽ എത്തിച്ചേരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വർഷം കൊണ്ടുവരുവാൻ സാധിക്കും. ജീവിതത്തിലും കുടുംബത്തിലും ബിസിനസ് സ്ഥാപനങ്ങളിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും എല്ലാം. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ബിസിനസ്സിൻ്റെ ഓണർ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ മറ്റുള്ളവരിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് പ്രശംസയും അംഗീകാരവും ഒരു നല്ല രീതിയിൽ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളുമായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമെന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായി വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പണച്ചെലവിൻ്റെ കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കുക. കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷയോടുകൂടി സഹായിക്കുവാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല. നിങ്ങളുടെ ആ ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ ശത്രുവായി മാറുവാനും സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ വലിയൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അല്ലാത്ത പക്ഷം ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ആരോഗ്യകാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ മെച്ചപ്പെടുകയും സന്തോഷവും സമാധാനവും ഗൃഹത്തിൽ വന്നു ചേരുകയും ചെയ്യും. വാഹന സംബന്ധമായി പണം മുടക്കുന്നത് വരുമാനം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് വാഹന സംബന്ധമായ മേഖലയിൽ ജോലി ചെയ്യുന്നു, പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അതിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം നേട്ടങ്ങളും അതിൻ്റെ ഓണർമാർക്ക് അതിൻ്റേതായ ലാഭങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. സഞ്ചാരക്ലേശം അനുഭവിക്കേണ്ടി വരും. അന്യരുമായി അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ഇടപെടുമ്പോൾ നിങ്ങളുടെ രഹസ്യ കാര്യങ്ങൾ പറയാതിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ സുഹൃത്താണ്, ബന്ധുക്കളാണ് എന്ന് കരുതി നിങ്ങളുടെ രഹസ്യങ്ങൾ അവരോട് പറയുകയും അത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ദോഷകരമായി വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു വർഷം ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കും വിജയിക്കുവാൻ സാധിക്കും. എക്സാമുകൾ എഴുതുന്നവർക്ക്, അതായത് PSC പോലുള്ള എക്സാമുകൾ എഴുതുന്നവർക്കും അവർക്ക് നല്ലൊരു സമയമാണ്. വിദേശത്ത് പോകുവാൻ വേണ്ടി ടെസ്റ്റുകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കും നേട്ടങ്ങളും വിജയങ്ങളും വരുന്ന സമയമാണ്. ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിജയം വിദ്യാർത്ഥികൾക്ക് നേടുവാനും വിദേശ വിദ്യാഭ്യാസം എല്ലാം കഴിയുന്ന നല്ലൊരു സമയം തന്നെയാണ്. നിങ്ങളുടെ വസ്തുവിൽ നിന്നും ആദായം നിങ്ങൾക്ക് ലഭിക്കുവാനും സാധ്യതയുണ്ട്. കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. പ്രണയിക്കുന്നവർ നിങ്ങളുടെ പ്രണയം വിജയത്തിൽ എത്തിച്ചേരുവാൻ ഈ ഒരു വർഷം സാധിക്കും. എന്നിരുന്നാൽ കുടുംബജീവിതത്തിൽ നല്ലൊരു കലഹങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി സംസാരം, പെരുമാറ്റം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. കുടുംബത്തിനുള്ളിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, പിരിഞ്ഞ് മാറുക, അല്ലെങ്കിൽ അകന്നിരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദുഃഖകരമായ അനുഭവങ്ങൾ വരുവാൻ സാധ്യത ഉള്ളതിനാൽ കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ, നിസ്സാരമായ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഭാവിയിൽ വലുതായി മാറുവാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുന്നത് നല്ലതാണ്. ക്ഷമയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം. കുടുംബജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുവാൻ പരസ്പരം ക്ഷമിച്ചും
അഡ്ജസ്റ്റ് ചെയ്തും മനസ്സിലാക്കിയും പോകുന്നത് വളരെ നല്ലത് തന്നെയാണ്. നിങ്ങൾ ക്ഷമിക്കും തോറും നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുക തന്നെ ചെയ്യും. സന്തോഷകരമായൊരു ജീവിതത്തിന് സംസാരവും ക്ഷമയും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം സ്വർഗ്ഗതുല്യമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതിനോടൊപ്പം ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അർപ്പിക്കാം. വ്യാഴാഴ്ച ദിവസം ബുധനാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അർപ്പിക്കാം. നിങ്ങളുടെ പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ പാൽപ്പായസ വഴിപാട് അർപ്പിക്കാം. നിങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഉണ്ണിക്കണ്ണനെ നിങ്ങൾക്ക് പൂജയായിട്ടും വഴിപാടായിട്ടും അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. നമസ്കാരം. വിഷുഫലം. വിഷുഫലത്തിൽ പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ പൂയം നക്ഷത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകം പരിശോധിച്ചിട്ട് ഇപ്പോഴുള്ള ദശാപഹാരം ഏതാണെന്ന് മനസ്സിലാക്കുക. കൂടാതെ രാഹു, കേതു, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം ജാതകത്തിൽ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരികയും ദോഷഫലങ്ങൾ വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ജാതകഫലം അറിയുന്നതിന് വേണ്ടി വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മറുപടി നൽകാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദോഷാനുഭവങ്ങൾ, നിങ്ങൾ ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്നു, പൂജകൾ വഴിപാടുകൾ നടത്തുന്നു, ഫലം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാ മാസങ്ങളിലും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന്, ഇപ്പോൾ ജോലി കാര്യമാണോ അല്ലെങ്കിൽ വിവാഹമാണോ വിദ്യാഭ്യാസമാണോ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരും കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ, നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊരു ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മാർക്കിന് കുറവ് വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് ചിലപ്പോൾ കിട്ടാതെ വരാൻ സാധ്യത ഉള്ളതിനാൽ അഡ്മിഷൻ്റെ കാര്യം വരുമ്പോഴേക്കും നിങ്ങൾ മറ്റൊരു ചോയ്സിലോട്ട് പോകാതെ ആദ്യം കിട്ടുന്ന ഒരു ഏതാണോ അഡ്മിഷൻ അതിൽ അഡ്മിഷൻ എടുക്കുകയും വിദ്യാഭ്യാസം തുടരുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ കിട്ടുകയുമില്ല, നിങ്ങൾക്ക് വേറെ ഒരു കോഴ്സുകളിലും കിട്ടാതെ ചിലപ്പോൾ മാനസികപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യം ഏത് വിഷയത്തിലാണ് അഡ്മിഷൻ കിട്ടുന്നത് ആ അഡ്മിഷൻ എടുക്കുകയും വിദ്യാഭ്യാസം തുടരുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സമയം കൂടുതൽ എടുക്കുവാനോ അല്ലെങ്കിൽ അതിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ചിലവുകൾ ഒരുപാട് കൂടി വരും. കുടുംബത്തിന് വേണ്ടി ഒരുപാട് ചിലവുകൾ നടത്തേണ്ടി വരും. കുടുംബത്തിനുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പുറമേ വീണ്ടും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. കൂടുതലും ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും വരുവാൻ സാധ്യത കൂടുതൽ. ഉപഹാരം ചെയ്തു കൊടുക്കുന്നതിൽ വിപരീതമായിട്ടായിരിക്കും നമ്മളുടെ തിരിച്ചുള്ള പ്രതികരണം മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ടും സ്നേഹത്തോടു കൂടിയും ഒരാളെ സഹായിക്കുകയും അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കിട്ടുന്നത് അതുപോലുള്ള ഒരു സ്നേഹവും പരിചരണവും ആയിരിക്കുകയില്ല.
ചെറിയ കുറ്റങ്ങൾ മതി അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു സമയം തന്നെയാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ അപവാദങ്ങൾ കേൾക്കേണ്ടി വരെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം പെരുമാറ്റവും സംസാരവും എല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ എത്തിച്ചേരുവാൻ ഒരുപാട് കഠിനാധ്വാനം ഈ ഒരു വർഷം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കെതിരായി സംസാരിക്കുക, പെരുമാറുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സ്വന്തം പേരിൽ നമ്മൾ നടത്തുന്നത്, നിങ്ങൾ ചെറുകിട വ്യാപാരങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നേട്ടങ്ങൾ വരുവാൻ വേണ്ടി ഈശ്വര പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും എല്ലാം വളരെ അത്യാവശ്യമായി വേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സമയം ഒരു ദൈവാനുഗ്രഹ കുറവ് കാണുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹിച്ച രീതിയിലുള്ള ആഹാരങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്ന സമയമാണ്. എന്നാൽ വളരെ ശ്രദ്ധിക്കുക. ആഹാരം സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും രോഗങ്ങൾ പിടിപെടുവാനും സാധ്യത ഒരു വർഷം കാണുന്നുണ്ട്. തൊഴിലിൽ അനുകൂലമായ അനുഭവങ്ങൾ വരുവാൻ വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുക. എന്നാൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. കഠിനാധ്വാനം ഒരുപാട് ചെയ്യേണ്ടി വരും. അതിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകുകയും ചെറിയ രീതിയിലുള്ള കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരുപാട് നാളായി വിഷമിച്ചു കൊണ്ടിരുന്ന കടബാധ്യതകളെല്ലാം തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടിയാണ്. ബന്ധുജന സഹായം വഴി പെട്ടെന്നുള്ള കാര്യസാധ്യതകൾ നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം നേടിയെടുക്കുക, ഒരു പേപ്പർ ശരിയാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പത്തികം വേണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ അത് നേടിയെടുക്കുവാൻ സാധിക്കും. തുടർന്ന് അവരോട് തിരിച്ചും അതുപോലുള്ള സ്നേഹം നിലനിർത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് അതിനൊരു തീരുമാനം ഉണ്ടാകുകയും അതിൽ നിന്ന്, അതായത് വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം തന്നെ വിവാഹം നടക്കുകയും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ കടങ്ങൾ വാങ്ങുന്നവർ കൃത്യസമയത്ത് നിങ്ങൾക്ക് തിരിച്ച് തരികയുമില്ല. നിങ്ങൾ കടം വാങ്ങിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുവാനും സാധിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. സഹോദരങ്ങൾക്ക് വേണ്ടി ഒരുപാട് ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അംഗീകാരവും ബഹുമാനവും ലഭിക്കും. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇരുചക്ര വാഹനങ്ങൾ വാങ്ങിക്കുവാനും അല്ലെങ്കിൽ മാറ്റി വാങ്ങുവാനും പുതിയത് വാങ്ങുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഇരുചക്ര വാഹനം, അത് ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ മാറ്റി വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയെങ്കിലും ധനം ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. സഹപ്രവർത്തകരിൽ നിന്നും ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അംഗീകാരങ്ങൾ ലഭിക്കുകയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം മുകളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ നിങ്ങൾ വിദേശത്തിൽ പ്രോഗ്രാം നടത്തുക, അല്ലെങ്കിൽ വിദേശത്തിൽ ഒരു ക്ലാസ് ഇടുക, വിദേശത്തിൽ പഠിപ്പിക്കുക, ഇതിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൂരെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൂരെ സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുകയും അതിൽ നേട്ടമുണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. ബന്ധുജന ഗുണങ്ങളാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അവസരങ്ങളും ലഭിക്കുക തന്നെ ചെയ്യും. പൊതുപ്രവർത്തനങ്ങളിൽ ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രശംസയും അംഗീകാരവും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പ്രശംസയും അംഗീകാരവും ബഹുമാനവും ഇതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കുടുംബാംഗങ്ങളുമായി ചേർന്ന് നിങ്ങൾക്ക് വിനോദയാത്ര പോവുക, അല്ലെങ്കിൽ തീർത്ഥയാത്ര പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ഈ ഒരു വർഷത്ത് തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കുടുംബങ്ങളുമായിട്ട് എല്ലാവരുമായി ചേർന്ന് സന്തോഷത്തോടു കൂടി തീർത്ഥയാത്ര പോകുവാനും സന്തോഷത്തോടു കൂടി വിനോദയാത്ര പോകുവാനും ധനം കണ്ടെത്തി വയ്ക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സംസാരം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. സംസാരത്തിലൂടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. കുടുംബ സ്വത്ത് പരമായിട്ട്
എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുവാനും നിങ്ങൾക്ക് സന്തോഷകരമായി ആ ഒരു കുടുംബത്തിനുള്ള എല്ലാവരുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. നിങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ നിങ്ങളിങ്ങനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. എത്ര തന്നെ ആത്മാർത്ഥമായ ഒരു കാര്യം ചെയ്താലും അതിൽ നിന്നും ഒരു മോചനമുണ്ടാകുന്നില്ല. തടസ്സങ്ങൾ, എന്ത് കാര്യത്തിനും തടസ്സങ്ങൾ, വിജയിക്കുവാൻ സാധിക്കുന്നില്ല. അത്യാവശ്യത്തിനൊരു സ്ഥലത്തോട് യാത്ര ചെയ്യുവാൻ പോയാൽ ആ ഒരു യാത്രയിൽ പോലും നമുക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവും അഭിനന്ദനങ്ങളും ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങളിലും വിജയം നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കഠിനാധ്വാനവും ഈശ്വര അനുഗ്രഹവും വേണ്ടത് തന്നെയാണ്. അപ്പോൾ കഠിനാധ്വാനം അത് നിങ്ങൾ തന്നെ ചെയ്യുക. ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമം തന്നെയാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ നമ്മൾ വഴിപാടുകളും പുഷ്പാഞ്ജലിയും അർപ്പിച്ച് മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്ന സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതം ഈ ഒരു വർഷക്കാലം നേടിയെടുക്കുവാൻ സാധിക്കും. നമസ്കാരം. വിഷുഫലത്തിൽ ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വർഷത്തിൽ ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കുകയും തുടർന്ന് ഗ്രഹങ്ങൾ നീചസ്ഥാനത്തോ ദുസ്ഥാനങ്ങളിലോ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ഇപ്പോൾ നടക്കുന്ന ഈ വർഷത്തിൽ തന്നെ നടക്കുന്ന ശനിമാറ്റം, വ്യാഴമാറ്റം, രാഹു കേതു മാറ്റം, ഈ മാറ്റങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി ചെയ്താൽ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരികയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾക്ക് ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർ, ജോലി, വിവാഹം, വിദ്യാഭ്യാസം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കടങ്ങൾ, അതുമാത്രമല്ല ജോലിയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സിലെ പരാജയം, കുടുംബത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം മാറുന്നതിന് വേണ്ടി പൂജ നടത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും കുറിച്ചിടുക അല്ലെങ്കിൽ എഴുതിയിടുക. അതിനോടൊപ്പം എന്താണ് വിഷയം എന്നുള്ളതും കൂടി ഒരു ചെറുതായിട്ട് രേഖപ്പെടുത്തുക. വിവാഹമാണെന്നൊരു വിവാഹം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമാണെങ്കിൽ അങ്ങനെ, ജോലിയുടെ കാര്യമാണ് ഇങ്ങനെ. അപ്പോൾ അതനുസരിച്ച് പ്രാർത്ഥനയിൽ ആ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി എന്നാൽ ചെയ്യാൻ പറ്റുന്ന സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തുന്നത് എന്നത്. അപ്പോൾ ഞാനതിനു വേണ്ടി ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. പേരുന്നാളും കൃത്യമായി രേഖപ്പെടുത്തുക. ഈ ഒരു വർഷം ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അലസതയും മടിയും വെടിഞ്ഞ് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. ലേശം മടി കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. അശ്രദ്ധ കൊണ്ട് മാത്രം അബദ്ധങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. അശ്രദ്ധയെല്ലാം മാറ്റിവെച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു അസുഖങ്ങൾ, പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ അലർജി സംബന്ധമായ അസുഖങ്ങളോ വരുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കുക. ജീവിതഗതി മാറ്റിമറിക്കുന്ന രീതിയിലുള്ള തന്ത്രപരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. സംസാരത്തിലൂടെ എതിരെ നിൽക്കുന്ന ആൾക്കാരെ വശീകരിക്കുവാനും അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുവാനും അവരിൽ നിന്നും ബഹുമാനം നേടിയെടുക്കുവാനും അല്ലെങ്കിൽ നമുക്കൊരു പൊസിഷനിൽ എത്തിച്ചേരുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം
പരസ്പര ബന്ധമില്ലാത്ത ആശയങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുക. നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല ഇത് ശരിയാകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിന്മാറുക. അതുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. ബിസിനസ്സായാലും ശരി, വിദ്യാഭ്യാസപരമായാലും ശരി, കുടുംബജീവിതത്തിലായാലും ശരി, എന്തെങ്കിലും വിഷയത്തിൽ വ്യത്യാസം വന്നാൽ ആ വിഷയം അപ്പോൾ തന്നെ അവിടെ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വിമർശനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ നെഗറ്റീവായ അനുഭവങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. മാനസികപരമായ ജീവിതത്തിലെ ആ ഒരു ഗതിമാറ്റം നിങ്ങൾ നെഗറ്റീവിലോട്ട് പോകാതെ പോസിറ്റീവായി തന്നെ കയറി വരിക. പലരും പറയുന്നത് കേട്ട് ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവം മാറ്റി നിർത്താൻ നിൽക്കാതെ നിങ്ങൾ എന്താണോ അത് തന്നെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ജീവിതത്തിൽ നല്ലൊരു വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരും എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഉയർച്ചയിലെത്തുവാൻ സാധിക്കും. നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയിൽ പോയാലും നിങ്ങൾക്ക് അവിടുത്തെ ടോപ്പ് ലെവലിൽ എത്തുവാൻ സാധിക്കും. മനസ്സിൻ്റെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് കുറയും എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ആയില്യം നക്ഷത്രക്കാർ അങ്ങനെ പറയുന്ന ആൾക്കാരല്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സ്വയം തരണം ചെയ്ത് മുന്നോട്ട് പോകുകയും സ്വന്തമായി തന്നെ ദുഃഖങ്ങളെ അടക്കി നിർത്തുകയും പുറത്താരോടും പറയാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തോഷകരമായി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. കുടുംബത്തിൽ എല്ലാവരുടെയും ചിരിയിലും സന്തോഷത്തിലും സുഖം അനുഭവിക്കുന്ന വ്യക്തികൾ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ നിലനിർത്തി പോകുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെ ആയില്യം നക്ഷത്രക്കാർ കുടുംബത്തിലുണ്ട്. നിങ്ങളുടെ ഗ്രഹനായകയോ ആയില്യം നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവരുടെ ദുഃഖങ്ങളോ ബുദ്ധിമുട്ടോ പുറത്തു പറയാതെ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുകയും അവരെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈശ്വര പ്രാർത്ഥനകൾ വളരെ കൂടുതലായി വേണ്ട സമയം തന്നെയാണ്. ക്ഷേത്രദർശനം വളരെ കുറവായി കാണുന്ന നക്ഷത്രക്കാരാണ്. ഈ ഒരു വർഷം അതിൽ നിന്നും മാറി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള യാത്രകൾ ജീവിതത്തിൽ വേണ്ടി വരും. എന്നാൽ യാത്രകളിലൂടെ മനസ്സിന് സന്തോഷവും ജീവിതത്തിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. മാനസികമായിട്ടുള്ള സന്തോഷവും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും. സുഹൃത്തുക്കൾ ഒത്തുചേരുകയും കുടുംബത്തിനുള്ളിൽ അറ്റകുറ്റ പണികൾ വേണ്ടി വരികയും ചെയ്യും. തടസ്സങ്ങൾ മാറി കാര്യപുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യും. പുതിയ ഗ്രഹം വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ പുതിയ ഗ്രഹം പണിയുവാനോ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹത്തിന് തന്നെ അറ്റകുറ്റ പണികൾ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്ന വർഷം തന്നെയാണ്. ബിസിനസ്സിൽ പണച്ചെലവ് അധികമാകാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്തും അതിനെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും മുകളിലോട്ട് വരുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ദൂരയാത്രയിലൂടെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുക തന്നെ ചെയ്യും. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സമയം കളയാതെ അതിനോട്ട് ഇറങ്ങി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുക തന്നെ ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയൊരു ശ്രദ്ധയുണ്ടാകേണ്ടത് നല്ലത് തന്നെയാണ്. ബന്ധുജനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ അത് തിരികെ അതുപോലെ തന്നെ അവർക്കും ചെയ്യേണ്ടി വരുന്ന സമയമാണ്. കാരണം നിങ്ങൾക്ക് എന്താണോ ചെയ്യുന്നത് അത് അവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യണം. അതായത് ധനപരമായിട്ടാണ് സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ തിരിച്ചതുപോലെ ധനം തിരികെ നൽകുക തന്നെ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എല്ലാം കിട്ടുന്ന സഹായം തിരിച്ചതുപോലെ അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. അവർക്ക് അവസരങ്ങൾ ഒരുപാട് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ മത്സരമായാലും ശരി, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. കൂടാതെ വസ്തു സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും എല്ലാം ലാഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. നിങ്ങൾ ഒരു കൃഷിക്കാരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള തൊഴിലിൽ നിന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. അതിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, കാർഷിക മേഖലയിൽ
ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ലാഭങ്ങളുണ്ടാവും. അങ്ങനെ ഏത് മേഖലയിൽ ഇറങ്ങിയാലും നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് കാര്യത്തിലിറങ്ങിയാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഒരുപാട് അംഗീകാരവും ലഭിക്കുന്ന വർഷം തന്നെയായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. PSC എക്സാം എഴുതുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ജയം ഉറപ്പുവരുത്താം എന്നുള്ള ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ഇറങ്ങുന്ന ഏത് മേഖലയിലും ജയം നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. സുഖവും ദുഃഖവും ഒരുപോലെ കടന്നു പോകുന്ന ഒരു വർഷമാണിത്. അപ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ വിഷമിച്ച് മാറി നിൽക്കാതെയും സന്തോഷം വരുമ്പോൾ ഒരുപാട് ആനന്ദം കൊണ്ട് അതിൽ മതിമറന്ന് നിൽക്കാതെയും ഇത് രണ്ടിൻ്റെയും ഇടയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ സ്മൂത്തായി ജീവിതം നല്ല രീതിയിൽ നയിക്കുവാൻ സാധിക്കും. ധൈര്യം കൂടുതലായി കാണുന്ന നക്ഷത്രക്കാരാണ്. അപ്പോൾ എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പരിശ്രമം ഉണ്ടെങ്കിൽ ഏത് കാര്യവും ഈ ഒരു വർഷം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. മാതാവിൽ നിന്നോ അമ്മാവന്മാരിൽ നിന്നോ സഹായം ഉണ്ടാകുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വളർത്ത് മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലെ വാഹനങ്ങളിൽ നിന്നോ പരിക്കേൽക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഒരു കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നതിനാൽ നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന് ആഴ്ചയിൽ ഒരു നാളികേരം മുടയ്ക്കുകയും പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.